ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് ആരുടെ ചരിത്രം? അനഘ ബൈജു, MA ഇംഗ്ലീഷ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ദൈക്ഷണികതയെ ശക്തമായി സ്വാധീനിച്ച ഫ്രഞ്ച് ചിന്തകൻ മിഷേൽ ഫൂക്കോയുടെ കൃതികൾ വിധേയ സമൂഹത്തിൻ്റെ അച്ചടക്കം ഉറപ്പാക്കാൻ ശക്തി കേന്ദ്രങ്ങൾ അവലംബിക്കുന്ന വിവിധ ഉപായങ്ങളും ഉപകരണങ്ങളും ചർച്ച ചെയ്യുന്നു. ചരിത്രം ഉൾപ്പെടെയുള്ള വിജ്ഞാനം എന്നത് നിർദോഷകരവും നിഷ്പക്ഷവും സമഗ്രവുമായ ലിഖിതങ്ങളല്ലെന്നും മറിച്ച് അധികാര സ്ഥായിത്വത്തിനും ശാക്തീകരണത്തിനുമുതകുന്ന ഉൽപ്പന്നങ്ങളാണെന്നതും ഫൂക്കോ സമർത്ഥിക്കുന്നു. ഒരു സമൂഹത്തിലെ പലതരം പ്രബല വിഭാഗങ്ങളുടെ സംസ്ഥാപനങ്ങൾ പലവിധ വിജ്ഞാന വ്യൂഹങ്ങളെ സൃഷ്ടിക്കുകയും മറ്റു പലവയെ സംഹരിക്കുകയും ചെയ്തു കാണുന്നു. ചരിത്രപരമായ വിജ്ഞാന നിർമ്മാണം അധികാരവർഗത്തിൻ്റെ, പ്രബല സമൂഹത്തിൻ്റെ, അവർ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ അധികാര സങ്കേതങ്ങളുടെ പൈതൃക നിർമ്മാണമായി കണക്കാക്കാം. പ്രബല സമൂഹത്തിൻ്റെ പൈതൃക നിർമ്മാണത്തിന് സ്റ്റേറ്റിൻ്റെ പിൻബലം കൈവരുമ്പോൾ പുതിയ പൈതൃകം രാഷ്ട്രത്തിൻ്റെ കേവലമായ മുഖമുദ്രയായി അവതരിപ്പിക്കപ്പെടുന്നു. അധികാരവർഗത്തിൻ്റെ ഭാവുകത്വം ഒരു രാഷ്ട്രത്തിൻ്റെ പൊതുഭാവുകത്വമായി രാഷ്ട്രീയ അന്താരാഷ്ട്രീയ വേദികളിൽ നിരന്തരം ബ്രാൻഡ് ചെയ്യപ്പെട്ട് പൗരന്മാരുടെയും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും അബോധത്തിലേക്ക് കിനിഞ്ഞിറങ്ങാനുള്ള സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ നിശബ്ദരാക്കപ്പെട്ട സമൂഹങ്ങളുടെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ നിലനിൽപ്പും ആരോഗ്യവും ചോദ്യം ചെയ്യപ്പെടുന്നു. സമകാലിക ഇന്ത്യയിലെ പ്രബല സമൂഹത്തിൻ്റെ പിന്തുണയോടുള്ള പൈതൃക നിർമ്മാണം വിവിധ മൂർത്ത അമൂർത്ത ബിംബങ്ങളുടെ സൃഷ്ടി, സംഹാര, സംരക്ഷണങ്ങളിൽ വെളിവാകുന്നു. മതപരമായ വ്യത്യാസങ്ങളെ മുൻനിർത്തി നടത്തുന്ന ഈ വ്യാഖ്യാന നിർമ്മാണങ്ങൾ പ്രബല സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളെ ഒരു ജനതയുടെ അഘടിതമായ താൽപ്പര്യങ്ങളായി കണക്കാക്കാൻ ഉന്നം വയ്ക്കുന്നു. മതന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരിക, രാഷ്ട്രീയ ദർശനീയത ക്ഷയിക്കുകയും ഇത്തരം സമൂഹങ്ങളുടെ താൽപ്പര്യങ്ങൾ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾ ബലഹീനതപ്പെടുത്തുക മാത്രമല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നും അവരെ അന്യവൽക്കരിക്കുകയും പലപ്പോഴും ആൻറ്റഗണൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ആധ്യാത്മിക ഫാഷിസത്തിൻ്റെ ഭാഗമായി ബൃഹത്തായ വ്യക്തിത്വങ്ങൾ മത അംഗത്വത്തിലേക്ക് ചുരുങ്ങുകയും മതപരമായ വ്യക്തിത്വം സർവപ്രധാനമായി മാറുന്ന അന്തരീക്ഷത്തിൽ, എന്നാൽ അതേസമയം ന്യൂനപക്ഷ മതചിഹ്നങ്ങൾ സംസ്കരിക്കപ്പെടുകയും ഭൂരിപക്ഷ മതചിഹ്നങ്ങൾ സ്ഥൂലത പ്രാപിക്കുകയും ചെയ്യുന്നു. ഉത്തർപ്രദേശിലെ കാൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട് വഴിയോര കടകളിൽ ഉടമസ്ഥരുടെ പേരുകൾ പ്രദർശിപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഉത്തരവ് മതപരമായ വിഘടനവാദത്തിൻ്റെ ചേരുവയാണ്. അതേസമയം ഇക്കഴിഞ്ഞ ഹോളി ഉത്സവ ദിനത്തിൽ ഉത്തർപ്രദേശിലെ 200ഓളം പള്ളികൾ സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് ടാർപോളിൻ കൊണ്ട് മറയ്ക്കപ്പെടുകയുണ്ടായി. മതേതരത്വത്തിനെതിരെയുള്ള ഇത്തരം പ്രവണതകൾക്ക് മറ്റു ഉദാഹരണങ്ങളും ലഭ്യമാണ്. മതവികാരത്തെയും ഭാഷാ വ്യത്യാസങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഡിവൈഡ് ആൻഡ് റൂൾ നയത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ആധുനിക ഇന്ത്യയുടെ സമകാലിക സംഭവ വികാസങ്ങളിൽ കാണാനാകും. ഭൂരിപക്ഷത്തിൻ്റെ മതവികാരത്തെ സ്വാധീനിക്കുന്ന പൊളിച്ചെഴുതലുകളിൽ ബാബറി മസ്ജിദിൻ്റെ പൊളിച്ചു നീക്കലും തത്സ്ഥാനത്ത് ശ്രീരാമക്ഷേത്ര നിർമ്മാണവും ഉൾപ്പെടുന്നു. പ്രസ്തുത കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ പ്രസ്താവനയിൽ വിഗ്രഹത്തിന് മുന്നിലിരുന്ന് വിധിയിലേക്ക് വെളിച്ചം കാട്ടാൻ പ്രാർത്ഥിച്ചതായി അദ്ദേഹം പറഞ്ഞത് നിയമവ്യവസ്ഥയുടെ നിഷ്പക്ഷതയെയും മതനിരപേക്ഷതയെയും ചോദ്യം ചെയ്തത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. സംഭൽ, വാരണസി, മഥുര തുടങ്ങിയ സ്ഥലങ്ങളിലെ മസ്ജിദുകളെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ ക്ഷേത്ര അവശിഷ്ടങ്ങൾക്കായി സർവേ നടത്താനുള്ള ഉത്തരവുകൾ ഈ പൊളിച്ചെഴുത്തിലേക്ക് നീളുന്നവയാണ്. വിശ്വപ്രസിദ്ധമായ അജ്മേർ ഷരീഫ് ദർഗയിലും ക്ഷേത്രാവശിഷ്ടങ്ങൾക്കായി സർവേ നടത്താനുള്ള അപേക്ഷ കോടതിയിൽ പ്രത്യക്ഷപ്പെട്ടത് വാർത്തയായിരുന്നു. രാജാധിപത്യകാലത്തെ അധികാര സ്ഥാപനത്തിൻ്റെ പ്രതീകാത്മക പ്രവൃത്തിയായ ദേവാലയ രാഷ്ട്രീയം പുതിയ രാജവാഴ്ചയുടെ മൂർത്ത പ്രഖ്യാപനം കൂടിയാണ്. എന്നാൽ ജനാധിപത്യ മതേതര ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു പ്രജാപത്യ രാഷ്ട്രത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ ഇത്തരം പൊളിച്ചെഴുത്തുകൾ വെളിവാക്കുന്ന പൂർവാപര വൈരുദ്ധ്യം ഗൗരവമേറിയ വിഷയമാണ്. NCERT സിലബസ് പരിഷ്കരണത്തിൽ മുഗൾ, ഡൽഹി സുൽത്താനേറ്റ് ചരിത്രത്തെ നീക്കി മറ്റ് ഇന്ത്യൻ രാജപരമ്പരകളുടെ ചരിത്രം ഉൾപ്പെടുത്തിയത് വ്യക്തമായ രാഷ്ട്രീയോദ്ദേശങ്ങളോട് കൂടിയ പൈതൃക നിർമ്മാണത്തിൻ്റെയും വിജ്ഞാനോൽപാദനത്തിൻ്റെയും ഉദാഹരണമാണ്.
NCERTയുടെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങളുടെ ചീഫ് അഡ്വൈസർ സ്ഥാനത്ത് തങ്ങളുടെ പേരുകൾ തുടരുന്നത് നീക്കം ചെയ്തില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യോഗേന്ദ്ര യാദവും സുഹാസ് പാൽഷിക്കറും പ്രഖ്യാപിച്ചത് സിലബസ് പരിഷ്കരണം കൊണ്ട് ലക്ഷ്യമിടുന്ന പക്ഷപാതിത്വത്തിനെതിരെയുള്ള നയം വ്യക്തമാക്കലിൻ്റെ ഭാഗമാണ്. വിജ്ഞാനത്തിനുമേലുള്ള അധികാരമോഹത്തിൻ്റെ മറ്റൊരു തീവ്രവശമായി ചൂണ്ടിക്കാട്ടാവുന്നത് രാജ്യത്തെ സ്ഥിതിവിവര സംവിധാനങ്ങളുടെ മേലുള്ള സർക്കാരിൻ്റെ ശക്തമായ പര്യവേക്ഷണമാണ്. ഭരണകൂട താൽപ്പര്യം നിലനിർത്താനായി സ്ഥിതിവിവര കണക്കുകൾ നീതി ആയോഗ് പോലെയുള്ള ഏജൻസികൾ വഴി സ്വയം സൃഷ്ടിക്കാനും അപകടകരമായ കണക്കുകളെ നിരാകരിക്കാനുള്ള ശ്രമങ്ങളെ വിമർശിച്ച് പല വിഭാഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഭാഷാടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങൾ ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കുവാനും പ്രബല ഭാഷാ സമൂഹത്തിൻ്റെ ഭാഷയെയും അതുവഴി ഭാഷയിൽ അധിഷ്ഠിതമായ ഭാവുകത്വത്തെയും രാഷ്ട്രീയവൽക്കരിക്കുവാനും സഹായിക്കുന്നു. ഹിന്ദി ഭാഷയുടെ സാംസ്കാരിക ഹെജിമണി എന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന ചില സാംസ്കാരിക രാഷ്ട്രീയ അവസ്ഥകൾ പരിശോധിക്കാം. ഇംഗ്ലീഷ് ഭാഷയുടെ കൊളോണിയൽ പാരമ്പര്യം ഉയർത്തിക്കാട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കണം എന്ന പ്രസ്താവന കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തുമ്പോഴും കേവലം 25% ഇന്ത്യക്കാരുടെ മാതൃഭാഷയായ ഹിന്ദിയെ രാഷ്ട്രഭാഷയായി മാറ്റുവാനുള്ള ഔപചാരിക അനൗപചാരിക ശ്രമങ്ങൾ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഹിന്ദി അല്ലാതെ മറ്റ് ഇന്ത്യൻ ഭാഷകളെ ബലഹീനപ്പെടുത്തുകയും കൊളോണിയൽ ഏലിയൻ ആയ ഇംഗ്ലീഷിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക വഴി ഇന്ത്യയുടെ ഭൂരിപക്ഷമാകുന്ന ഹിന്ദി മാതൃഭാഷയല്ലാത്ത ജനസമൂഹത്തിൻ്റെ സഞ്ചിതമായ അബോധത്തെയും വൈകാരിക സാംസ്കാരിക നിജസ്ഥിതികളെയും നിരാകരിക്കൽ കൂടിയാണ്. പ്രബല മത ഭാഷാ താൽപ്പര്യങ്ങളിലേക്ക് ഇന്ത്യയുടെ സങ്കീർണമായ അമൂർത്ത സംജ്ഞകളെ ഉദ്ഗ്രഥിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കണക്കാക്കാവുന്ന പേരുമാറ്റൽ പ്രക്രിയകൾ ശ്രദ്ധേയമാണ്. അലിഗഡിനെ ഹരിഗഡാക്കാനും അലഹബാദിനെ അഹില്യാനഗറാക്കാനും മുഗൾ ഗാർഡനെ അമൃത് ഉദ്യാനുമാക്കാനുള്ള നീക്കങ്ങൾ നിർദോഷകരമായ നാമമാറ്റങ്ങളല്ല, മറിച്ച് പ്രാഥമികമായും ഹിന്ദു ചിഹ്നങ്ങളുടെ പൈതൃക സൃഷ്ടി കൂടിയാണ്. എക്കാലത്തെയും അധികാര കേന്ദ്രങ്ങൾ സ്ഥിരത ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന പണിക്കോപ്പുകളാണ് വ്യാഖ്യാനങ്ങൾ. കാലാന്തരേണ ശക്തവും ഏകവുമായ നേരുകളായി ഈ നിർമ്മിത വ്യാഖ്യാനങ്ങൾക്ക് വ്യാപക സാധുത ആസ്വദിക്കാനുള്ള ശേഷിയുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭൗതിക മാനസിക ഭൂപടത്തെ ഒരു ഷോ ആൻഡ് ടെൽ കളിയിലെന്നതുപോലെ വിസ്തൃതമായ വ്യാഖ്യാന നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്താം. കഥയിൽ ചോദ്യമില്ലെങ്കിലും കഥയ്ക്ക് പുറത്ത് ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ അലയുന്നുണ്ട്. അധികാര കേന്ദ്രങ്ങൾ സൂത്രധാരന്മാരാകുന്ന ഈ പുതിയ കഥയിൽ അപ്രത്യക്ഷമാകുന്നവരുടെ ചരിത്രം, സൂത്രധാരൻ കണ്ടില്ലെന്ന് ഭാവിക്കുന്നവരുടെ സാന്നിധ്യം, വികലാമാക്കപ്പെട്ട് ശത്രുവൽക്കരിക്കപ്പെടുന്നത് ആരുടെ ജീവിതം, മനുഷ്യരെക്കാൾ വലിയ ഈശ്വരന്മാർക്കും ഭാഷാ സങ്കല്പങ്ങളുമുള്ള പുതിയ ചരിത്രത്തിൽ ഒരു ഫുട് നോട്ടായി ചുരുങ്ങുന്നത് ആരുടെയെല്ലാം അനുഭവങ്ങൾ. മതേതര ഇന്ത്യൻ ഭരണഘടനയുടെ തണലിൽ നിന്നും ഒരുപറ്റം മനുഷ്യരുടെ ആശങ്ക പ്രതിധ്വനിക്കുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരുടെ ചരിത്രം?